മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. വൈഗൈ അണക്കെട്ട് കടുത്ത വരൾച്ചയുടെ വക്കിലെത്തിയതോടെ കർഷകർ ആശങ്കയിലാണ്. ഇതിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് സർക്കാരിന്റെ നിലപാട് നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. മുല്ലപ്പെരിയാർ വിഷയം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ വിഷയത്തിൽ സർക്കാരിന്റെ കർശനമായ നിലപാട് നിർണായകമാകും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന ആവശ്യം തമിഴ്നാട്ടിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ ദ്രാവിഡ മുന്നേറ്റ കഴകം, ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നിവയും മുൻപും മുന്നോട്ട് വെച്ചവയാണ്. കേരള തമിഴ്നാട് അതിർത്തിയിലെ മംഗളാദേവി കണ്ണകി ക്ഷേത്രം വർഷം മുഴുവൻ തുറക്കണമെന്നും മുല്ലപ്പെരിയാർ ജലനിരപ്പ് 152 അടിയാക്കണമെന്നും ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ കർഷകർക്കിടയിലും വലിയ സ്വീകാര്യത നേടിയ വിഷയമാണ്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് വിഷയത്തിൽ ഫലപ്രദമായ പരിഹാരം കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ സ്ഥിരപരിഹാരം കണ്ടെത്തുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന ഉറപ്പും വിവിധ കർഷക സംഘടനകൾക്ക് നൽകിയിട്ടുണ്ട് ഈ സർക്കാർ എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണ്ട എന്നും 400 വർഷം കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഡാമിനുണ്ടാകില്ലെന്നും മുല്ലപ്പെരിയാറിലെ അധിക ജലം സംഭരിക്കാൻ തമിഴ്നാട്ടിൽ നടപടികൾ തുടങ്ങിയെന്നും മുല്ലപ്പെരിയാർ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കരുതെന്നും കമ്പം MLA ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. എന്നാൽ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ട് കടുത്ത വരൾച്ചയുടെ വക്കിലാണ്. ഇവിടെ ജലനിരപ്പ് ഗണ്യമായി താഴ്ന്നു. ഇതോടെ കൃഷിയെയും കുടിവെള്ള വിതരണത്തെയും ശക്തമായി ബാധിക്കുന്ന രീതിയിൽ ആശങ്കയും വർദ്ധിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളമാണ് വൈഗയുടെ പ്രധാന ആശ്രയം. എന്നാൽ ഇത്തവണത്തെ കടുത്ത വേനലും ജലലഭ്യതയിലെ കുറവും കാരണം മുല്ലപ്പെരിയാറിൽ നിന്ന് വൈഗയിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിരിക്കുകയാണ്. ആയതിനാൽ 5 ജില്ലകളിലെ ജനങ്ങൾക്കും കർഷകർക്കും പ്രധാന ജലസ്രോതസ്സായ ഈ ഡാമിലെ ജലനിരപ്പ് താഴ്ന്നത് വലിയ പ്രതിസന്ധിക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്തായാലും 68 വർഷങ്ങൾക്ക് ശേഷം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന നിലപാട് എത്രത്തോളം ഫലവത്തായി നടക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. വിജയുടെ തീരുമാനം ഈ വിഷയത്തിൽ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.